ഞാൻ നിഷ. എൻ്റെ കർഷക സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും നിഷാസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. എൻ്റെ ടെറസിൽ ഞാൻ എൻ്റെ വീട്ടിലെ ആവശ്യത്തിനായിട്ട് കുറച്ച് പച്ചക്കറികൾ നട്ടിരുന്നു. അതെല്ലാം ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തിരുന്നു അല്ലേ. അന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു ചെറിയ കൃഷിയായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഒരു നടിയിലും പിന്നെ ആ പച്ചക്കറി എങ്ങനെ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നട്ടു പിടിപ്പിക്കാം എന്നുള്ളതുമാണ്. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഒത്തിരി പോഷക ഗുണം അടങ്ങിയ ഒരു പച്ചക്കറിയാണ്. നമുക്ക് നമ്മുടെ ദഹന പ്രക്രിയയ്ക്കും പിന്നെ നമുക്ക് പ്രതിരോധ ശക്തി, ഇമ്മ്യൂണിറ്റി പവർ നമ്മുടെ ബോഡിയിൽ വർദ്ധിപ്പിക്കുന്നതിനും വളരെ അത്യാവശ്യമായ ഒരു പച്ചക്കറിയാണ് നമ്മളെ പച്ചമുളക്. അപ്പോൾ അത് നമ്മൾ ചൂടൊക്കെ വർദ്ധിക്കുകയില്ലേ, നമുക്ക് ഒരു ഗ്ലാസ് സംഭാരം കുടിക്കുന്നെങ്കിലും ഒരു പച്ചമുളകിൻ്റെ ആവശ്യം നമ്മളെ വീട്ടിലുണ്ടല്ലേ. അപ്പോൾ അത് നമ്മളെ തോട്ടത്തിൽ നട്ട് വളർത്തി നമ്മൾ നട്ട് വളർത്തുന്ന ആ പച്ചമുളക് കിട്ടുക അതിനൊരു പ്രത്യേക ടേസ്റ്റ് കൂടിയാണ്. പച്ചമുളകിൽ അസുഖം എന്ന് പറഞ്ഞാൽ നമ്മളെ കുരുടിപ്പ് രോഗം, അതായത് ഇല മഞ്ഞളിക്കുന്ന രോഗം, നമ്മുടെ ബോഡിക്ക് ആവശ്യമായത് എല്ലാ മൂലകങ്ങളും നമ്മുടെ ഈ പ്ലാന്റ്സിനും ആവശ്യമാണ്. കുറവുകൾ വന്നാലാണ് നമ്മുടെ ഈ പ്ലാന്റ്സ് പെട്ടെന്ന് നശിച്ചു പോകാൻ കാരണം. അത് നമുക്ക് എങ്ങനെ തടുത്ത് നിർത്തി നമ്മൾ എത്രത്തോളം വളം കൊടുക്കണം, എങ്ങനെ കൊടുത്ത് നമുക്കതിനെ തോട്ടത്തിൽ നട്ട് വളർത്തി നല്ല രീതിക്ക് വിളവെടുക്കാം എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലായിട്ട് ഷെയർ ചെയ്യുന്നത്. പച്ചമുളക് സെറ്റ് ചെയ്തിരുന്ന സ്ഥലം സൺലൈറ്റ് തീരെ അടിക്കില്ലായിരുന്നു. അതാണ് ഇതിൻ്റെ വിളവുകളൊക്കെ കുറയാനുള്ള കാരണം. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ എൻ്റെ വീട്ടിലെ ആവശ്യത്തിനായിട്ട് നട്ട് വളർത്തിയ പച്ചമുളക്. ഇതിൽ നിന്ന് നല്ല രീതിക്കുള്ള വിളവ് കിട്ടുന്നില്ല. കൂട്ടത്തിൽ ഇതിൽ അസുഖവും ബാധിച്ച എൻ്റെ മുളക് ചെടിയാണ്. കണ്ടോ, കുരുടിപ്പ് അസുഖം ബാധിച്ച ഒരു പ്ലാന്റാണ്. ഇതാണ് ഇല കുരുടിപ്പ് എന്ന് പറയുന്ന അസുഖം. നമ്മൾ നട്ട് കഴിഞ്ഞ് നല്ല രീതിക്ക് വിളവ് കിട്ടിയതിന് ശേഷം ഇതിൽ ഒത്തിരി അസുഖങ്ങൾ ഇങ്ങനെ ബാധിക്കും. അതാ ഗ്രീൻ കളർ ആവാൻ കാരണം നൈട്രജൻ്റെ മൂലകം ഈ മുളകിന് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇതിന് വളം കൊടുക്കുമ്പോൾ നമുക്ക് നൈട്രജൻ കൂടുതലായിട്ടുള്ള വളം ഈ പച്ചമുളകിന് കൊടുക്കരുത്. അതായത് ചാണകപ്പൊടി, ഇതൊക്കെ ഞാനിപ്പോൾ ഈ മുളകിലോട്ട് ചാണകപ്പൊടിയാണ് കൂടുതൽ ഇട്ട് കൊടുത്തിരുന്നത്. അപ്പോൾ ഇതിന് ചാണകപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കാം, നൈട്രജൻ്റെ അളവിലൊക്കെ സംഭവിക്കും. പിന്നെ ഇതിലൊക്കെ വെള്ളീച്ച ബാധിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് വെള്ളീച്ച എന്ന് പറയുന്ന അസുഖം. അപ്പോൾ ഇതിനെ നമുക്ക് മരുന്ന് അടിച്ചു കൊടുത്ത് നമുക്കിതിനെ മാറ്റാം. ആദ്യം തന്നെ നമുക്കിതിനെ മാറ്റിയില്ലെങ്കിൽ നമ്മൾ ഈ ടെറസിലെ മറ്റുള്ള പച്ചക്കറികളെയും ഇത് നല്ല രീതിക്ക് എല്ലാ പ്ലാന്റിലോട്ടും ഈ വെള്ളീച്ച എന്ന് പറയുന്ന അസുഖം സ്പ്രെഡ് ചെയ്യും. അപ്പോൾ ഇതിനെ നമുക്ക് മരുന്ന്, അതായത് നമ്മളെ ജൈവ രീതിയിലുള്ള മരുന്ന് ഇതിലോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അത് അളവിലുള്ള ഇതുപോലത്തെ ഒരു സ്പ്രെയർ എടുക്കുക. അതിൽ 1 ടീസ്പൂൺ സോഡാപ്പൊടി, അതായത് നമ്മളെ കിച്ചണിലെ അപ്പത്തിനൊക്കെ നമ്മൾ ചേർക്കുന്ന സോഡാപ്പൊടി, ബേക്കിംഗ് സോഡ, അതും ഒരു 5 മില്ലി അളവിന് വേപ്പെണ്ണയും. വേപ്പെണ്ണ ഇല്ലാത്തവർക്ക് സാധാരണ നമ്മൾ പാചകത്തിന് ഉപയോഗിക്കുന്ന എണ്ണ എടുക്കാം, പക്ഷേ വേപ്പെണ്ണയാണ് നല്ലത്. ഉള്ളവർക്ക് അത് സെലക്ട് ചെയ്യാം. അതും പിന്നെ 5 മില്ലി അതേ അളവിനുള്ള ലിക്വിഡ് സോപ്പും കൂടെ എടുത്ത് മിക്സ് ചെയ്ത് ഇതിൽ കൂടെ വെള്ളവും കൂടെ ആഡ് ചെയ്ത് സ്പ്രേ ചെയ്ത് നമുക്ക് ഈ വെള്ളീച്ചയ്ക്ക് അടിച്ചു കൊടുക്കാം. നമ്മളെ ജൈവ രീതിയിലുള്ള ഈ ലിക്വിഡ്സിന് വളരെ വീര്യം കുറവാണ്. അപ്പോൾ നമ്മളിത് 2-3 പ്രാവശ്യം തുടർച്ചയായിട്ട് ഇത് അടിച്ചു കൊടുത്താൽ ഇത് പൂർണ്ണമായിട്ടും ഈ രോഗം മാറുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഉടനെയൊന്നും ഈ അസുഖം മാറില്ല. വീണ്ടും ഇതുപോലെ ഇലകളിൽ പറ്റിപ്പിടിക്കുകയും പിന്നെ തുടർച്ചയായിട്ട് അടുത്തുള്ള പ്ലാന്റ്സിലോട്ട് ഇത് പകർത്തുകയും ചെയ്യും. അങ്ങനത്തെ ഒരു അസുഖമാണ്. പിന്നെ അതോടെ ഇലകളെല്ലാം കണ്ടോ ഇതുപോലെ മഞ്ഞ നിറത്തിൽ കാണപ്പെടും. അതെന്തെന്ന് വെച്ചാൽ ഇതിൽ കാൽഷ്യം കുറവായതുകൊണ്ടാണ്. അതിന് നമ്മൾ ഇതിൽ ട്രീറ്റ് ചെയ്യാൻ എടുക്കുമല്ലോ, കുമ്മായമോ അല്ലെങ്കിൽ ഡോളമൈറ്റോ കുറച്ച് ഇതിൻ്റെ ചുവട്ടിൻ്റെ ഭാഗത്ത് ഇങ്ങനെ, അതായത് ഇതിൻ്റെ ചുവട്ടിലിങ്ങ് നീക്കി നമുക്കിതിലോട്ട് കുമ്മായം ആയിട്ടാണ് ഇടുന്നെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കും. കുമ്മായമായിട്ടാണ് ഇടുന്നെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക. ഡോളമൈറ്റോ കാൽഷ്യത്തിൻ്റെ കുറവ് അങ്ങനെ പരിഹരിക്കാം. മെഗ്നീഷ്യത്തിൻ്റെ കുറവ് വരുമ്പോൾ നമ്മൾ നഴ്സറിയിലൊക്കെ കിട്ടും എപ്സം സാൾട്ട് എന്ന് പറഞ്ഞ ഒരു സാൾട്ടുണ്ട്. അത് നമുക്ക് ഇതുപോലെ 1 സ്പൂൺ, അതായത് എപ്സം സാൾട്ട് 1 ടീസ്പൂൺ അളവ് എടുത്തിട്ട് നമുക്കിതിൻ്റെ ചുവട്ടിലോട്ട് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ ഒഴിച്ച് കൊടുത്താലും നമുക്ക് ഇതിൻ്റെ
ഈ മെഗ്നീഷ്യത്തിൻ്റെ കുറവും പരിഹരിക്കാം. അങ്ങനെ ഈ പച്ചമുളകിന് ഒത്തിരി അസുഖം വരുന്ന ഒരു പ്ലാന്റാണ്. കണ്ടത്, എൻ്റെ കയ്യിൽ ഇരുന്ന മുളകിനെല്ലാം അസുഖം ബാധിച്ചതാണ്. ഇതെല്ലാം എനിക്കിനി മരുന്നുകളടിച്ച് സ്പ്രേ ചെയ്ത് തന്നെ ഇതിനെ മാറ്റണം. പിന്നെ നല്ല ഇനം വിത്തുകൾ സെലക്ട് ചെയ്യണം. അതായത് നാടൻ രീതിയിൽ. പിന്നെ ഉജ്ജ്വല എന്ന് പറഞ്ഞിട്ട് ഒരു മുളകുണ്ട്. അതൊന്ന് നമ്മളെ ഈ പ്ലാന്റിൻ്റെ ഇപ്പോൾ ഇത് മുളക് ഇങ്ങനെ താഴോട്ടല്ലേ പിടിച്ചിരിക്കുന്നത്. ഇത് നമ്മളെ കാന്താരി മുളക് പോലെ ഉജ്ജ്വല എന്ന് പറയുന്ന മുളക് അതായത് പ്ലാന്റ്സിൻ്റെ മുകളിലോട്ടാണ് പിടിക്കുന്നത്. അപ്പോൾ ഒത്തിരി അതിന് ആ മുളകിന് എരിവ് കൂടുതലാണ് നമ്മളെ നാടൻ രീതിയിലുള്ള. അപ്പോൾ ആ മുളക് ഉജ്ജ്വല എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ട മുളക് വന്ന് അധികം വിളവ് തരുന്നതും മുളകുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് അതിനെ വിത്ത് പാകിയിട്ട് തൈയായിട്ട് എടുത്തിട്ടാണ് നമ്മൾ നട്ടുപിടിപ്പിക്കുന്നത്. അല്ലാതെ വന്ന് നമ്മളെ ഈ കുരുടിപ്പ് അസുഖത്തിനെ മാറാനായിട്ട് ആര്യവേപ്പിലയും വെളുത്തുള്ളിയും കൂടെ നല്ല രീതിക്ക് അരച്ച് അതിലോട്ട് മഞ്ഞൾപ്പൊടി കൂടെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ പുറത്തിങ്ങനെ തളിച്ചു കൊടുക്കാം. അപ്പോഴും ഈ കുരുടിപ്പ് അസുഖം 2-3 പ്രാവശ്യം ഇതുപോലെ തളിച്ചു കൊടുക്കുമ്പോൾ അത് മാറാൻ 2-3 പ്രാവശ്യം നമ്മൾ ഇതിലോട്ട് ഈ ഇലയിൽ തളിച്ചു കൊടുക്കുമ്പോൾ ഈ അസുഖം മാറും. പിന്നെ നമുക്ക് നല്ല ഇല തന്നെ വന്ന് നല്ല രീതിക്കുള്ള വിളവ് ഇതിൽ നിന്ന് കിട്ടും. നമ്മൾ ഇതുപോലത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പച്ചമുളക് പുറത്ത് പോയി വാങ്ങേണ്ട ആവശ്യമില്ല. നമ്മളെ തോട്ടത്തിൽ തന്നെ നല്ല രീതിക്കുള്ള മുളക് നമുക്ക് ഇതിൽ നിന്ന് വിളവെടുക്കാൻ സാധിക്കും. പിന്നെ എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടം ഈ സാമ്പാർ മുളക്, അതായത് വെള്ളമുളക്, അതാണ് ഞാൻ കൂടുതലായിട്ട് നട്ടുപിടിപ്പിക്കുന്നത്. നിങ്ങൾക്കാർക്കും മുളക് വിത്ത് വാങ്ങാൻ സാധിക്കുന്നില്ലെങ്കിലോ കിട്ടുന്നില്ലെങ്കിൽ ഇതുപോലെ നമ്മൾ നട്ടുപിടിപ്പിച്ച മുളക്, പഴുത്ത ഇതുപോലത്തെ മുളകുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് അതിനെ വിത്ത് പാകിയിട്ട് തൈയായിട്ട് എടുത്തിട്ടാണ് നമ്മൾ നട്ടുപിടിപ്പിക്കുന്നത്. അല്ലാതെ തൈ കിളിർപ്പിച്ചതിന് ശേഷം തൈയിനെ ഇളക്കി മാറ്റണം. അതിനായിട്ട് ഞാൻ ഇപ്പോൾ കാണുന്ന 2 ചട്ടിയിലായിട്ട് സാമ്പാർ മുളകാണിത്. ഇത് ഞാൻ നട്ടത്തിലൊരു ഡിഫറൻസ് കൂടെ കാണിച്ചു തരാം. ഇതാ കാണുന്ന ഈ മുളക് ഞാൻ വിത്ത് വാങ്ങി കിളിർപ്പിച്ചതാണ്. കണ്ടോ എത്ര തൈ കിളിർത്തിട്ടുണ്ടെന്ന് നോക്കണം. കണ്ടോ 1, 2, ഒരു 4 തൈ തന്നെ എനിക്ക് നല്ല ആരോഗ്യത്തോടെ കിട്ടിയത്. ബാക്കിയെല്ലാം പോയി. അപ്പോൾ ഇതാ കാണുന്ന ഇത്രയും വിത്ത് വന്ന് ഞാൻ നട്ടിരുന്ന മുളകിൻ്റെ വിത്തെടുത്ത് കിളിർപ്പിച്ചതാണ്. കണ്ടോ. അപ്പോൾ നമ്മളെപ്പോഴും നമ്മൾ നടുന്ന പ്ലാന്റിൽ നിന്ന് തന്നെ ഇതുപോലെ വിത്തുകളായിക്കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് വിത്ത് കളക്ട് ചെയ്ത് നടാൻ ശ്രമിക്കണം. വിത്തുകളെല്ലാം ഈ ഗ്രോ ബാഗിലോട്ട് ഞാൻ നട്ടു കൊടുക്കുകയാണ്. മീൻ കറിയിലൊക്കെ ഇടുന്ന മുളക് ഇതിനെ ഞാനിപ്പോൾ ഈ ഗ്രോ ബാഗിലോട്ട് നട്ടതാ. ഞാൻ ഡോളോമൈറ്റ് ഇട്ട് ട്രീറ്റ് ചെയ്ത് വെച്ചിരുന്ന ഗ്രോ ബാഗാണ്. അപ്പോൾ ഇതിലോട്ട് ഞാൻ നട്ടു കൊടുക്കുന്നു. പിന്നെ നമ്മളെപ്പോഴും പ്ലാന്റ്സ് നടുമ്പോൾ കണ്ടോ, എനിക്ക് ഇപ്പോൾ സ്ഥലത്തിൻ്റെ പരിമിതി കൊണ്ടാണ് ഞാനിങ്ങനെ ചേർത്ത് വച്ചിരിക്കുന്നത് ഗ്രോ ബാഗ്സ്. അപ്പം നിങ്ങൾ എപ്പോഴും സ്ഥലമുള്ളവരാണെങ്കിൽ കുറച്ച് അകലം വിട്ട് ഗ്രോ ബാഗ് സെറ്റ് ചെയ്ത് കൊടുക്കണം. കാരണം അതിന് വായു സഞ്ചാരം കിട്ടണം, എന്നാലേ പ്ലാന്റ്സ് നല്ല രീതിക്ക് വളരുകയുള്ളൂ. കാരണം നിങ്ങളാരും ഇങ്ങനെ ഇതുപോലെ ചേർത്ത് സെറ്റ് ചെയ്ത് വയ്ക്കരുത്. കാരണം ഗ്രോ ബാഗ് ശകലം നീക്കി അതായത് ഇങ്ങനെ അടുപ്പിച്ച് ഗ്രോ ബാഗ് വയ്ക്കരുത്. കുറച്ച് നീക്കി ഈ ഗ്രോ ബാഗ് സെറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ സാമ്പാർ മുളക് നട്ടു കൊടുക്കുകയാണ്. അതിനായിട്ട് ആദ്യം കുറച്ച് എല്ലുപൊടി ഞാൻ ഈ ഗ്രോ ബാഗിലോട്ട് ഇടും. കണ്ടോ, ഡെവലപ്മെൻറ്റും സ്റ്റെമ്മൊക്കെ നല്ല രീതിക്ക് പിടിക്കാനാണ് ഞാൻ ഈ എല്ലുപൊടി ഇട്ട് കൊടുക്കുന്നത്. എല്ലുപൊടിയിൽ കാൽഷ്യവും അടങ്ങിയിരിക്കുന്നു. അപ്പോൾ അത് വളരെ വേഗം വളർച്ച നമുക്ക് ഈ എല്ലുപൊടി കൂടെ നമ്മളിതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇതിൻ്റെ മുളക് വളരെ വേഗത്തിൽ വളർച്ച വരികയും അതിൽ നിന്ന് നല്ല രീതിക്കുള്ള വിളവ് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ എല്ലുപൊടി. ഇത് ഞാൻ ഒരു എല്ലുപൊടി ഇട്ട് കൊടുക്കുന്നത്. 2 തൈ ഇങ്ങനെ എടുത്ത് നമുക്കിങ്ങനെ ചേർത്ത് നട്ട് കൊടുക്കുന്നതൊന്നും കുഴപ്പമൊന്നുമില്ല. അത് പിടിച്ചങ്ങ് വന്നു. അമൃതപാനി ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മുടെ ജൈവ കീടനാശിനിയായ നമ്മളെ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, കഞ്ഞിവെള്ളത്തിൽ നമുക്ക് കഞ്ഞിവെള്ളത്തിൽ ശകലം ചാരവും പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് അതും കൊണ്ട് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ച് കൊടുത്താൽ നല്ല രീതിക്കുള്ള വിളവ് നമുക്ക് കിട്ടും.
പിന്നെ കൂടുതലായിട്ട് നമ്മൾ ഈ പച്ചമുളകിന് കമ്പോസ്റ്റ് വളം തയ്യാറെടുക്കാൻ ശ്രമിക്കണം. നമ്മൾ എപ്പോഴും കൊണ്ട് ചാണകപ്പൊടി ഇടരുത്. ഞാൻ നിങ്ങളെ ഈ ഇലയിൽ കാണിച്ചായിരുന്നല്ലേ നൈട്രജൻ്റെ, അതായത് ഒത്തിരി ഇല ഗ്രീൻ പോലെ ആയി അതിന് അസുഖം ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് കമ്പോസ്റ്റ്, കരിയില കമ്പോസ്റ്റോ ഏതെങ്കിലും കിച്ചണിലെ കമ്പോസ്റ്റോ എന്തെങ്കിലും കമ്പോസ്റ്റ് വളമായാലും കുഴപ്പമില്ല. പിന്നെ നമ്മളെ കിച്ചൺ വേസ്റ്റായ വെളുത്തുള്ളിയുടെ തൊലി, നമ്മളെ സവാളയുടെ തൊലി, പിന്നെ മുട്ടത്തോട്, ഇത് മൂന്നും കൂടെ മിക്സിയിൽ വെച്ച് അരച്ചിട്ട് നമുക്ക് വെള്ളം ചേർത്ത് നേർപ്പിച്ച് അതും ഈ പച്ചമുളകിൻ്റെ ചുവട്ടിൽ നമുക്ക് ഒഴിച്ചു കൊടുത്താൽ നല്ല രീതിക്കുള്ള വിളവ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. എപ്പോഴും നട്ടാൽ നമുക്ക് നനയ്ക്കണം അല്ലേ, അപ്പം നമുക്ക് തളിച്ചു കൊടുക്കാം ഇങ്ങനെ. അപ്പം ഞാൻ വൈകുന്നേരം സമയമാണ്, ഇപ്പോൾ സന്ധ്യ കഴിഞ്ഞു, ഒരു 6:30-7 മണിയായി. ഇപ്പോൾ ചൂട് അധികരിക്കുന്നതുകൊണ്ട് ഞാൻ രാത്രി ടൈമിലാണ് ഇതിന് വെള്ളങ്ങളൊക്കെ ഇങ്ങനെ തളിച്ചു കൊടുക്കുന്നതും വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നത്. കാരണം ഇപ്പോൾ ചൂട് നല്ല രീതിക്ക് തുടങ്ങിയല്ലേ, അതുകൊണ്ട് ഞാനെപ്പോഴും രാത്രിയാണ് ഇതൊക്കെ വെള്ളമൊക്കെ ഈ പച്ചക്കറിക്കൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത്. കൂട്ടത്തിൽ നമുക്കൊരു ചെറിയ വിളവെടുപ്പ് കൂടെ എടുക്കാം. വലിയ രീതിക്കൊന്നുമില്ല, കാരണം പഴുത്ത മുളകിനൊക്കെ നമുക്ക് വിളവെടുക്കാം. അപ്പോൾ നമ്മൾ ചൂട് അധികരിക്കുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ ഇതിൻ്റെ മൂട്ടിലോട്ട് പൊത ഇട്ട് കൊടുക്കണം. പിന്നെ മഴ സമയത്ത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ പൊത ഇടുന്നത്. ഇല്ലെങ്കിൽ വേഗത്തിൽ തന്നെ നമ്മൾ ഈ പ്ലാന്റ് നശിച്ചു പോകും. അതുകൊണ്ട് നമ്മൾ ഇതിലോട്ട് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്കിതുപോലെ ഇലയോ എന്തെങ്കിലും കരിയിലയോ ഉമ്മിയോ പിന്നെ നമ്മൾ പച്ചപ്പുല്ല് ഉണങ്ങിയത് എന്തെങ്കിലും നമ്മളെ കയ്യിൽ എന്താണുള്ളത് അതുകൊണ്ട് ഇതുപോലെ നമ്മൾ പൊതയിട്ട് കൊടുക്കണം. പിന്നെ വെള്ളം ഒത്തിരി ഒഴിക്കരുത്, ഒരളവിന്. അതായത് പ്ലാന്റ്സിന് ഓരോ പ്ലാന്റ്സിൻ്റെ സൈസാണ്, ഓരോ പ്ലാന്റ്സിൻ്റെ പ്രായം അനുസരിച്ച് നമുക്കിതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അല്ലാതെ ഒന്നിച്ചു കൊണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ ഈ പച്ചമുളക് പ്ലാന്റ് നശിച്ചു പോകും. അതുകൊണ്ട് അത് നമ്മൾ നോക്കിയാണ് ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. പിന്നെ വേഗത്തിൽ വേര് ചെയ്യുന്ന അസുഖം വരുന്ന ഒരു പ്ലാന്റ് കൂടെയാണ് നമ്മുടെ പച്ചമുളക്. പിന്നെ കുറഞ്ഞത് 6 മണിക്കൂറെങ്കിലും സൺലൈറ്റ് ആവശ്യമുണ്ട്. പിന്നെ നമ്മുടെ വെള്ളം ഒത്തിരി കൊണ്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കരുത്. അതിന് കൂട്ടത്തിൽ ഓട്ടിച്ചിട്ടൊരു ചെറിയ വേറെയും ഒരു പച്ചക്കിനും അതിന് വിട്ടിരുന്ന കയ്പ്പ് രസം കൂടും. അതുകൊണ്ട് അതിനെ കൂടെ ഞാൻ വിളവെടുക്കുകയാണ്. പഴുത്തു പോകും. വിളവെടുക്കാൻ ലേറ്റായിപ്പോൾ പഴുക്കും. അപ്പോൾ കണ്ട, ഇതാണ് ഇന്നത്തെ എൻ്റെ വിളവെടുപ്പ്. വലിയ രീതിക്കൊന്നുമില്ല. ഒരു 3-4 പച്ചമുളകും, കുറച്ച് ഇതിൽ പഴുത്ത് നിന്നോ പച്ചമുളകും, പിന്നെ 1-2 പാവയ്ക്കയും കിട്ടിയിട്ടുണ്ട്. നമുക്ക് ധാരാളമാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓക്കെ, താങ്ക് യു, ബൈ ബൈ. അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നതായിരിക്കും.